സംസ്ഥാനത്ത് പാതയോരങ്ങളിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യാൻ ഹൈക്കോടതി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ സമയം ഇന്ന് അവസാനിച്ചു. ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള തലസ്ഥാന നഗരിയിൽ ദ്രുതഗതിയിൽ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യുകയാണ്. എങ്കിലും ചിലയിടങ്ങളിൽ ഇപ്പോഴും ഫ്ലെക്സുകൾ കാണാനാകും. പാതയോരങ്ങളിലെ ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ചയാണ് നിലപാട് കടുപ്പിച്ചത്. നീക്കം ചെയ്യാത്ത പക്ഷം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്ന് 5000 രൂപ നിരക്കിൽ പിഴ ഈടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി തദ്ദേശ വകുപ്പും ഉത്തരവിറക്കിയിരുന്നു. ഹൈക്കോടതി അനുവദിച്ച സമയപരിധി വ്യാഴാഴ്ച തീരുകയാണ്. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ജില്ലകൾ തോറും ഫ്ലക്സുകളും ബാനറുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടക്കുന്നതും ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നതും തലസ്ഥാന നഗരിയിലാണ്. ഇവിടെ 10 ദിവസത്തിനിടെ 3700 ബോർഡുകളാണ് കോർപ്പറേഷൻ നീക്കം ചെയ്തത്. 15 ലക്ഷം രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് 24 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് നടയ്ക്ക് ചുറ്റുമുള്ള ബോർഡുകൾ അതിവേഗത്തിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടങ്ങളിൽ ഏറെക്കുറെ ബോർഡുകൾ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. സമാന രീതിയിൽ മറ്റു നഗരങ്ങളിലും നടപടി പുരോഗമിക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ ചീഫ് സെക്രട്ടറിയും തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അറിയിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.